അപ്പോൾ മുഴുവൻ കോമഡികളും വർക്കായ ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കോമഡി പോലും ഇല്ലാത്ത ഒരു മുഴുനീള കോമഡി ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് പോകും. ഹായ്, അപ്പോൾ സൈജു കുറുപ്പും സുരേഷ് കൃഷ്ണയും പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ രാഹുൽ റിജി നായരുടെ ഫ്ലാസ്ക് എന്നുള്ള ചിത്രത്തിന്റെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ രാഹുലിനെ അറിയാത്തവർക്കായിട്ട് ഒരു ഇൻഫർമേഷൻ ഞാൻ തരാം. അതായത് ഒറ്റമുറി വെളിച്ചം എന്ന അവാർഡ് വിന്നിംഗ് മൂവി അടക്കം ഖോഖോ, കീടം തുടങ്ങിയ ബഡ്ജറ്റ് ചിത്രങ്ങൾ എടുത്തിരിക്കുന്ന സംവിധായകൻ. അദ്ദേഹത്തിന്റെ 6ാമത്തെ സംവിധാന സംരംഭമാണിത്, ഫ്ലാസ്ക്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് എന്താണ് ഈ ഫ്ലാസ്ക് എന്നുള്ളതായിരിക്കും അല്ലെ. സ്പോയിലർ ആക്കുന്നില്ല, പക്ഷേ പോലീസുകാർക്കിടയിലെ ഒരു പ്രധാന പ്രയോഗമാണ്, പരിഹാസ പദമാണ്. അതുകൊണ്ട് തന്നെ പരിഹാസ കഥാപാത്രമായിട്ട്, പ്രത്യേകിച്ച് പോലീസുകാർക്കിടയിലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ചില പ്രത്യേക ഡ്യൂട്ടി നിർവഹിക്കുന്ന പോലീസുകാരുടെ പ്രതിരൂപമായിട്ട് ജ്യോതികുമാർ എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സൈജു കുറുപ്പ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. പിന്നെ വെങ്കടേഷ് ബാലാജി എന്ന വളരെ കർക്കശക്കാരനായിട്ടുള്ള ജില്ലാ ജഡ്ജിയായിട്ട് സുരേഷ് കൃഷ്ണയും നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഗണേഷ് എന്നുള്ള മാവോയിസ്റ്റ് നേതാവായിട്ട് നമ്മളുടെ സിദ്ധാർത്ഥം എത്തുന്നുണ്ട്. വേറെ കഥാപാത്രങ്ങളൊന്നും പ്രാധാന്യമുള്ളത് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. ട്രെയിലർ കണ്ടവരൊക്കെ ഒരു മുഴുനീള കോമഡി മൂവി എന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷേ കോമഡിയോടൊപ്പം വളരെ സീരിയസ് ആയ പ്രമേയവും ചിത്രം അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ആദ്യം കോമഡിയെ കുറിച്ച് പറയണമല്ലോ. മുഴുനീള കോമഡി, അതിൽ ഭീരുവായിട്ടുള്ള പോലീസും സീരിയസ് ആയിട്ടുള്ള ജഡ്ജിയും ചേർന്നുള്ള കോംബോ, അതിലൂടെയാണ് കോമഡികളെല്ലാം വരുന്നത്. അതിൽ എല്ലാ കോമഡികളും വർക്കായി എന്നുള്ളതാണ് പ്രധാനം. കാരണം കോമഡി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ഒരുമിക്ക ചിത്രങ്ങളും കോമഡി വർക്കാവാതെ തകരുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വർക്കായ കോമഡി ചിത്രങ്ങളിൽ അപൂർവം എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ വളരെ സീരിയസ് ആയ പ്രമേയം അവതരിപ്പിക്കുന്ന 2ാം പകുതിയിലും കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതും പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും എല്ലാം കോമഡിയുടെ മേമ്പൊടിയോടെയാണ് എന്നുള്ളത് ഈ ചിത്രത്തെ തികച്ചും ഒരു കുടുംബ പ്രേക്ഷകർക്കുള്ള ചിത്രമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ സൈജു കുറുപ്പും സുരേഷ് കൃഷ്ണയും തകർത്തഭിനയിക്കുമ്പോൾ വില്ലനായിട്ട് സിദ്ധാർത്ഥന്റെ കഥാപാത്രം കടന്നു വരുന്നു. അതോടെ ചിത്രത്തിന്റെ ഗതി മാറുന്നു. കാടിന്റെ സൗന്ദര്യം, മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യം, പ്രതിസന്ധി വരുമ്പോൾ ഒരു ധീരനാകുന്ന മനുഷ്യ മനസ്സിന്റെ മാജിക്, നാട്ടിലെ സൗകര്യങ്ങളെല്ലാം വിട്ട് കാട്ടിലേക്ക്, അതും പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും തുറസായ സ്ഥലം ഉപയോഗിക്കേണ്ടി വരുന്ന, കിടക്കാനൊരിടം പോലും ഇല്ലാത്ത കൊടും കാട്ടിലെത്തിയാൽ ബ്യൂറോക്രാറ്റും സാധാരണക്കാരും സമന്മാരായി മാറുന്ന അവസ്ഥ. കീരിയും പാമ്പുമായിട്ട് നാട്ടിൽ ജീവിക്കുന്നവർക്കിടയിൽ ആത്മബന്ധം ഉടലെടുക്കുന്ന ആ ഒരു അവസ്ഥ, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അതിൽ എൻ്റെ പാട്ട് കേൾക്കുന്നതിനേക്കാൾ നല്ലത് വെടികൊണ്ട് ചാവുന്നതല്ലേ എന്ന് സുരേഷ് കൃഷ്ണ പറയുന്ന ഒരു സീൻ, അതിനുശേഷം അദ്ദേഹം പാട്ട് പാടുന്നത് സത്യത്തിൽ നമ്മെ കരയിപ്പിക്കും. അത് പാട്ട് മോശമായിട്ടല്ല, ആ സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കും. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം കുട്ടികളെയും കൊണ്ട് പോയി കാണാവുന്ന ഡബിൾ മീനിങ് കോമഡി ഒരെണ്ണം പോലും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ചിത്രം. ഒത്തിരി ചിരിക്കാം, ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണ് നനയും, ഒപ്പം ഒരു നല്ല സന്ദേശവും. പിന്നെ ആനവാൽ മോതിരത്തിലെ ശ്രീനിവാസനെയും ഇടയ്ക്കൊക്കെ നമുക്ക് ഓർമ്മ വരും. ഏതായാലും പണം നഷ്ടപ്പെടില്ല. അപ്പോൾ ബൈ ബൈ.